ഹാപ്പനിംഗ് അവേഴ്സിലേക്ക് വിശദമായി സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുന്നതിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് കഴിഞ്ഞ സർക്കാർ പെൻഷൻ ആരംഭിച്ചത്. ക്ഷേമ പെൻഷൻ പട്ടികയിൽ അനർഹരും കടന്നുകൂടിയിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസിൽ ഉള്ളയാൾ വിളിച്ച് പെൻഷൻ കിട്ടിയില്ല എന്ന് പരാതിപ്പെട്ടതായി ഉദ്യോഗസ്ഥർ പറഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പെൻഷൻ നമ്മൾ ഉദ്ദേശിച്ച സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. അത് പുതിയതായി കഴിഞ്ഞ സർക്കാർ ഫെബ്രുവരി മാസത്തിൽ കൊടുത്തു തുടങ്ങിയതാണ്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട്. അത് സംബന്ധിച്ചൊരു തീരുമാനം ഈ സർക്കാർ എടുത്തിട്ട് അറിയിക്കും. ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും 6 പ്രധാനപ്പെട്ട പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊരു പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളത്. എന്തായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സാർ, അത് ആദ്യത്തെ 4.25 വർഷക്കാലം 1600 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയില്ല. 4.25 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലയാഴ്ചയാണ് 1600 രൂപ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്തായാലും അത്തരം ഒരു കാലതാമസം ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം ഈ സർക്കാർ പാലിക്കുക തന്നെ ചെയ്യും. ലോസ് ഏഞ്ചൽസിലുള്ള ആളുടെ അമ്മ അയാളുടെ സംരക്ഷണത്തിലാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മറുപടിയായിട്ട് പറഞ്ഞു. ഈ ലോസ് ആഞ്ചലസിൽ പോയയാൾ ഒരു പെൻഷൻ വാങ്ങുന്ന അമ്മയുടെ മകൻ, അവരെ ആ മകൻ്റെ സംരക്ഷണത്തിലായിരിക്കില്ല, ഇവിടെ തന്നെ കഴിയുന്നതായിരിക്കും. പക്ഷേ മകൻ അവിടെ കഴിയുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നു. അതൊരു അയോഗ്യതയായിട്ട് കണക്കാക്കുന്നത് ശരിയാവുമോ എന്നൊരു സംശയം. വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിന്മേലുള്ള ചർച്ചകൾക്ക് സഭയിൽ തുടക്കമാകും ഇന്ന്. വിശദാംശങ്ങളുമായി അർജുൻ ചേരുന്നു. അർജുൻ, ഇന്നിപ്പോൾ ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറഞ്ഞ ആ കാര്യത്തിൽ നിന്ന് വിശദാംശങ്ങളിലേക്ക് പോകാം. അതായത് ഈ ലോസ് ഏഞ്ചൽസിലുള്ള ബന്ധുവുള്ള ആളുകൾ പോലും ഇവിടെ പെൻഷൻ വാങ്ങുന്നു എന്ന് പറയുന്നതിലൂടെ ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് ശരിയല്ലാത്ത കാര്യങ്ങൾ മുൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായി എന്ന് പറയാനായിരിക്കുമല്ലോ വി ഡി സതീശൻ ശ്രമിച്ചത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ ഉണ്ടായത്, മറ്റു കാര്യങ്ങൾ എന്താ? സനീഷ്, ക്ഷേമ പെൻഷൻ അനർഹരായിട്ടുള്ള ആളുകൾ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അനർഹർ ഈ പട്ടികയിലുണ്ട്, അർഹരായിട്ടുള്ള കുറേ ആളുകൾ പുറത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ ലിസ്റ്റിൽ ഒരു പുനഃപരിശോധന ഉണ്ടാകും എന്നുള്ള സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞതാണ് ലോസ് ഏഞ്ചൽസിലെ കാര്യം. അവിടെ നിന്നുള്ള ഒരാൾ വിളിച്ച് പെൻഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി പറഞ്ഞു എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ തന്നോട് പറഞ്ഞത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ രീതിയിൽ വലിയ സാമ്പത്തിക നിലയുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാഹചര്യമുണ്ട്. അക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കിയതാണ്. ഫെബ്രുവരി ആണ് പ്രഖ്യാപനം നടന്നത്. അതിനുശേഷമുള്ള മാസങ്ങളിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആ പെൻഷൻ സ്ത്രീകൾക്ക് 1000 രൂപ സഹായം എന്ന നിലയ്ക്ക് നൽകുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ 2 മാസമായി അത് കുടിശ്ശികയാണ്, അത് കൊടുത്ത് തീർത്തിട്ടില്ല. ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് എന്നുള്ളതിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സ്ത്രീ സുരക്ഷാ പെൻഷൻ അത് കഴിഞ്ഞ സർക്കാർ അവസാനം പോകുന്ന ഘട്ടത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നൽകിയിട്ടുള്ള ഒരു സഹായം എന്ന നിലയ്ക്കാണ് കാണുന്നത്. അതുകൊണ്ട് അത് തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. അതായത് സ്ത്രീ സുരക്ഷാ പദ്ധതി ഈ സർക്കാരിൻ്റെ പ്രഖ്യാപനമല്ല. അതുകൊണ്ട് അക്കാര്യത്തിലും ഒരു പുനഃപരിശോധന ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. സനീഷ്.